പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ LED എഡിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ മൾട്ടിപ്പിൾ ബോർഡുകൾ ചേർത്ത് വെച്ച് എങ്ങനെ നമുക്ക് ലേഔട്ട് ഉണ്ടാക്കി പ്രോഗ്രാം ചെയ്യാമെന്നതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ LED എഡിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അവിടെ ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ നമുക്ക് കൺട്രോളറിന്റെ പേര് LEDയുടെ IC നമ്പർ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കൺട്രോളർ T8000 WS2811 ആണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കൺട്രോളർ ഈ ഒരു റെഗുലർ യൂസ് ചെയ്യുന്ന കൺട്രോളർ ലിസ്റ്റിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ സെലക്ട് കൺട്രോളറിൽ പോവുക. ഇവിടെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാ കൺട്രോളറും IC നമ്പർ നൽകിയിട്ടുണ്ട്. അവിടുന്ന് ഒരു കൺട്രോളർ സെലക്ട് ചെയ്യുക, ആഡ് ടു കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ആ കൺട്രോളർ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ച് ഞാൻ T8000 WS2811 എന്ന് പറയുന്ന ICയും സെലക്ട് ചെയ്തു. പിന്നെ അടുത്തത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പോർട്ട് നമ്പർ ആണ്. പോർട്ടിലുള്ള LED എണ്ണമാണ്. അത് പോർട്ട് സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷന്റെ താഴെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്റെ ഒരു പോർട്ടിൽ 1000 LED ആണ് കണക്ട് ചെയ്യുന്നത്. 500 512 LED അതിന് താഴെയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. 1024 അതിന് താഴെയോ ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് മാറ്റിയിടുക. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് LED പെർ പോർട്ട് 1024 ആയിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഓക്കെ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ലേഔട്ട് മാനുവലി വരയ്ക്കുന്ന ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. എഡിറ്റ് പ്രിവ്യൂ എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷന് നേരെ താഴെയുള്ള ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യാം. നമ്മൾ പുതിയൊരു വിൻഡോയിലേക്ക് പോകും. ഇവിടെയാണ് നമ്മൾ ലേഔട്ട് വരയ്ക്കുന്നത്. ആദ്യം തന്നെ 2-3 ഓപ്ഷൻസ് നമുക്ക് പഠിക്കണം. അതിനകത്ത് ആദ്യമുള്ളത് സെലക്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഐക്കൺ, അതിനുശേഷം പോർട്ട് ആഡ് ചെയ്യാനുള്ള ഇത് ഓപ്ഷൻ, ഹൊറിസോണ്ടൽ LED, വെർട്ടിക്കൽ LED, വയർ ചെയ്യാനുള്ള ലൈൻ ടൂള്. ഇത്രയും സാധനങ്ങൾ ആദ്യം തന്നെ നമ്മൾക്ക് പരിചയത്തിൽ വരണം. എൻ്റെ ബോർഡ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ 50 ബൾബും ഹൊറിസോണ്ടൽ 20 ബൾബുമാണ്. അത്തരത്തിലുള്ള 5 ബോർഡാണ് ഞാനിവിടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വെർട്ടിക്കലായിട്ട് 50 ബൾബും ഹൊറിസോണ്ടലായിട്ട് 20 ബൾബുമുള്ള 5 ബോർഡ്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു വെർട്ടിക്കലായിട്ടുള്ള ലൈറ്റ് വെർട്ടിക്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടെ LED എണ്ണം കോർഡിനേറ്റ്സ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 50 20 ആണ്. താഴോട്ട് മാറുമ്പോൾ 66 ആയിട്ടുണ്ട്. അപ്പം മേലോട്ട് ചെറുതാക്കിയിട്ട് 50 50 20 20 50 20 ആണ് എൻ്റെ ഒരു ബോർഡ്. അപ്പോൾ 50 20 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലേഔട്ട് ഇവിടെ വരച്ചു. അതിനകത്ത് ഇനി ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബോർഡിൽ നോക്കുമ്പോൾ LED കെട്ടിയിരിക്കുന്നത് ഇടത് സൈഡ് താഴ്ന്ന് മുകളിലേക്കാണ്. അപ്പോൾ ഇടത് സൈഡ് താഴ്ന്ന് മുകളിലേക്കാണെന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വരച്ചപ്പോൾ വന്നിരിക്കുന്നത് ഇടത് സൈഡ് മോളിൽ നിന്നാണ്. നമുക്കത് താഴേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എളുപ്പമാർഗ്ഗമുണ്ട്. വ്യൂവിൽ പോവുക, ഓപ്പൺ കണക്ഷൻ പാനൽ എടുക്കുക, അതിനകത്ത് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കുറേ അധികം ലേഔട്ടുകളുണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങളുടേതായിട്ട് അനുയോജിച്ചത് ഏതാണെന്ന് നോക്കിയിട്ട്. അപ്പോൾ എൻ്റേത് വന്നിട്ട് താഴേന്ന് മേളിലേക്ക് തുടങ്ങുന്നൊരു രീതിയാണ്, ഇടത് സൈഡിൽ താഴേന്ന്. അത് സെലക്ട് ചെയ്തിട്ട് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിയുമ്പം എൻ്റെ ലേഔട്ട് താഴേന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യേണ്ടുന്നത് ഇതേപോലെയുള്ള 5 ബോർഡാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് സെലക്ഷൻ ടൂൾ എടുക്കുക, ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. ശേഷം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് മൗസ് ഡ്രാഗ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ലേഔട്ട് ഡ്രാഗായി വരും. തൊട്ടടുത്ത് തന്നെ പേസ്റ്റ് ചെയ്യുക, വീണ്ടും പേസ്റ്റ്, തൊട്ടടുത്ത് തന്നെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, വീണ്ടും പേസ്റ്റ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ചെന്ന് എത്തിക്കുക. അപ്പോൾ 1 2 3 4 അഞ്ചാമതൊരു ബോർഡും കൂടെ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ 5 ബോർഡുകൾ അടുത്തടുത്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. നമുക്കിവിടെ 5 പോർട്ടാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. 1 2 3 4 5 റാൻഡമായിട്ട് എവിടെയെങ്കിലും നമ്മൾ ഇത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ലൈൻ ടൂൾ എടുക്കുക, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത ശേഷം ഈ ഒരു പോർട്ടിൽ നിന്ന് ഈ ഒരു ബോർഡ് കണക്ട് ചെയ്യുക. അനാലിസിസ് കൊടുക്കുക. ഇവിടെ നമ്മൾ പോർട്ടിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന LED കാണാൻ പറ്റും. അടുത്തത് നമ്മളിതുപോലെ വരയ്ക്കുക, അനാലിസിസ് കൊടുക്കുക. പോർട്ട് 2-നകത്ത് 1000, അതിൻ്റെ കളർ മാറുന്നത് കാണാൻ പറ്റും. പോർട്ട് 3-കകത്ത് 1000, പോർട്ട് 4-നകത്ത് വീണ്ടും കണക്ട് ചെയ്തു 1000, അനാലിസിസ് കൊടുക്കുക. ഇനി നമുക്കിപ്പുറത്തോട്ട് വീണ്ടും പോർട്ട് 5-നകത്ത് 1000. ഓക്കെ, ഇങ്ങനെ 5000 ബൾബ് ഞാനിവിടെ കണക്ട് ചെയ്തു. നമുക്കിതിനെ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് താഴോട്ടോ മറ്റോ കൊണ്ടുപോകണമെങ്കിൽ നമ്മളിവിടെ മൊത്തത്തിലേയും കൂടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക, കട്ട് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു ബോർഡ് കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്ക് വീണ്ടും അത് ഹൊറിസോണ്ടലായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ
നമ്മളിത് എടുത്തിട്ട് സൂം ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു ബോർഡ് വരയ്ക്കുക. ഓക്കെ, ഒരു 20-20ൻ്റെ ബോർഡാണെന്നുണ്ടെങ്കിൽ 20-20 സെലക്ട് ചെയ്യാം. ഓക്കെ, 20-20 സെലക്ട് ചെയ്തു. ഇനി എൻ്റെത് ഇവിടെ റൈറ്റ് സൈഡ് ടോപ്പിലാണ് ഡേറ്റ ആരംഭിക്കുന്നതെന്ന് വയ്ക്കുക. പക്ഷേ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് എല്ലാം ലെഫ്റ്റ് സൈഡ് താഴെയാണ്. റൈറ്റ് സൈഡിലായിട്ട് വേണമെങ്കിൽ വീണ്ടും കണക്ഷൻ പാനലിൽ പോവുക, മറ്റൊന്ന് സെലക്ട് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഇതിനെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, അത് മാറും. മാറിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോർട്ട് എടുക്കുക, നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പോർട്ട് 6 ആഡ് ചെയ്തു. അനാലിസിസ് കൊടുക്കുമ്പം 400 ബൾബാണ് ആ ഒരു ഇതിൽ വരുന്നത്. ടോട്ടൽ ലേഔട്ട് ഇങ്ങനെ ഉണ്ടാവും. അതിനുശേഷം ഫയൽ എടുക്കുക, സേവ് കൊടുക്കുക, ഡെസ്ക്ടോപ്പിൽ എന്തെങ്കിലും ഒരു പേരിട്ട് സേവ് ചെയ്യുക, ടെസ്റ്റ്. ഓക്കെ, അത് സേവ് ചെയ്തു. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒരിക്കൽ ഒരു ആവശ്യത്തിന് ഇതേ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ലേഔട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇത് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. അടുത്തത് പ്രോജക്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക, ഇമ്പോർട്ട് CXB എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക, ഡെസ്ക്ടോപ്പിൽ വരിക, ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഇവിടേക്ക് കൊണ്ടുവരിക. ഓക്കെ, 5400 LED ഒരു ഫയൽ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ കൊടുക്കുക, റെക്കോർഡിൽ ഫാസ്റ്റ് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം ഇത് വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷനാണ് ഞാൻ എടുത്തത്, എക്സ്പോർട്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക, ഡെസ്ക്ടോപ്പിലേക്ക് ഒരു ഓക്കെ കൊടുക്കുക. ഡെസ്ക്ടോപ്പിലേക്ക് ഒരു ഫയലിനകത്തേക്ക് വന്നിട്ടുണ്ടാവും LED. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനുള്ളിൽ കിടക്കുന്ന ഈ ഒരു ഫയൽ കോപ്പി ചെയ്ത് പെൻ ഡ്രൈവിനകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ മെമ്മറി കാർഡിനകത്ത് കിടക്കുന്ന ആ ഒരു ഫയലെല്ലാം ഫോർമാറ്റ് ചെയ്തിട്ട് ഇതെടുത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. പിന്നെ പിക്സൽ LED കൺട്രോളർ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. പിന്നെ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിങ് ചെയ്ത് നൽകണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കുക. ഇതിൻ്റെ ബൾബിൻ്റെ ലേഔട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം ചെയ്ത് മെയിലിൽ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ.